പ്രവാസ ലോകത്തെ പ്രതിഭകളെ പരിഗണിക്കാൻ ഇന്നലെ വരെയും നമ്മുടെ പ്രസാധകർ അത്രയൊന്നും താല്പര്യമെടുത്തിരുന്നില്ല. ഇന്നിപ്പോൾ അവസ്ഥ മാറിയിരിക്കുന്നു. മികച്ചതും മൗലികതയുള്ളതുമായ നിരവധി രചനകളാണ് പ്രവാസ ലോകത്തു നിന്ന് പുറത്തു വരുന്നത്. സോണിയ റഫീഖിൻ്റെ ഹെർബേറിയം അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. പ്രവാസ രചനകൾ ശക്തി പ്രാപിക്കുന്ന നല്ല കാലമാണിത്. അവിടെയും പക്ഷേ പ്രശ്നം എണ്ണപ്പെരുപ്പമാണ്. അതിനപ്പുറം ഉള്ളടക്കത്തിൽ മൗലിക വഴികൾ കണ്ടെത്താൻ പലർക്കും കഴിയാതെ പോകുന്നു. വേറിട്ട സങ്കേതങ്ങൾ സ്വീകരിച്ചും മനുഷ്യനും പ്രകൃതിയുമായും കൂടുതൽ താദാത്മ്യം പ്രാപിച്ചും രൂപം കൊണ്ട രചനകൾ പക്ഷേ ആസ്വാദക ലോകം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. പ്രവാസ ലോകത്തിനപ്പുറത്തേക്ക് അതിന്റെ സ്വാധീനം എത്തുകയും ചെയ്യുന്നു. പരിസ്ഥിതിയും അതിന്റെ ആകുലതകളുമായിരുന്നു ജോഷി മംഗലത്ത് എന്ന പ്രവാസി പ്രതിഭ ഒറ്റാൽ എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് പ്രമേയമാക്കിയത്. ചിത്രത്തിന് ദേശീയ തലത്തിൽ അംഗീകാരവും ലഭിച്ചു. മനുഷ്യന്റെയും പരിസ്ഥിതിയുടെയും വഴിയിലെ നല്ലൊരു തുടർച്ച കൂടിയാണ് സോണിയ റഫീഖിന്റെ ഹെർബേറിയം എന്ന നോവൽ. പുതിയ എഴുത്തുകാർക്കായി DC ബുക്സ് ഏർപ്പെടുത്തിയ നോവൽ പുരസ്കാരം ഹെർബേറിയത്തിന് ലഭിക്കുമ്പോൾ പ്രവാസ ലോകം കൂടുതൽ ആഹ്ലാദിക്കുകയാണ്. എഴുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് ഒരു യങ്സ്റ്റേഴ്സ്, ഒരു പുതുതലമുറ കടക്കുന്നതിൻ്റെ ഒരു ചിഹ്നങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഉൾക്കാമ്പില്ലാത്ത വെറുതെ എഴുതാൻ വേണ്ടി എഴുതുന്ന തരത്തിലുള്ള എഴുത്തുകൾ ഇനി ഉണ്ടാകാൻ പാടില്ല പ്രവാസത്തിൽ നിന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം. ദുബൈയിലെ ഫ്ലാറ്റ് മുറിക്കുള്ളിൽ നിന്നും പ്രകൃതിയുടെ ജൈവികതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു 9 വയസ്സുകാരൻ. അവന്റെ കണ്ണിലൂടെയാണ് സോണിയ റഫീഖിന്റെ ഹെർബേറിയത്തിലേക്കുള്ള വഴിനടത്തം. ആവാസ വ്യവസ്ഥ, കാലാവസ്ഥ, പരിസ്ഥിതി, പ്രകൃതി എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ എപ്പോഴും ചില കപടബിംബങ്ങളിലൂടെയാണ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് എവിടെയെങ്കിലും ഒരു മരം നടുക, പൊതുസ്ഥലങ്ങളിൽ മരം നടുക, എവിടെയെങ്കിലും ഒരു മരത്തിന് ചോട്ടിൽ അല്പം വെള്ളം ഒഴിക്കുക, ഇതൊക്കെയാണ് പരിസ്ഥിതി ബോധത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരം കപടബോധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെയാണ് പരിസ്ഥിതിയെ സമീപിക്കുക, പ്രകൃതിയെ സമീപിക്കുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. സസ്യലതാദികളും ആകാശവും ചെറു ജീവജാലങ്ങളും പകർന്നേകുന്ന വൈവിധ്യ ലോകത്തിന്റെ ഹൃദ്യത. അവിടെ നിൽക്കുമ്പോൾ നാം എല്ലാം ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന നാട്ടുനന്മയുടെ ലോകം നമ്മെ പിന്തുടരും. ഒപ്പം കൂർത്ത പല ചോദ്യങ്ങളും ഉള്ളിൽ തറയ്ക്കും. എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഏവരും പറയുന്ന, എവിടെയും സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണിത്, പരിസ്ഥിതി ബോധമെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വരണമെന്നുണ്ടെങ്കിൽ അതിൽ ചില സൂക്ഷ്മതകൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് ആവണം. മണ്ണിന്റെ സ്പർശം മറന്നും പുതിയ അവയവങ്ങൾ എന്നോണം നവീന ഉപകരണങ്ങളിൽ ഭ്രമിച്ചും നാം തുടരുന്ന ഈ ജീവിതമുണ്ടല്ലോ, അതിന്റെ നിരർത്ഥകത കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഹെർബേറിയം. പുതുതലമുറയുടെ സങ്കട സമസ്യയ്ക്കുമപ്പുറം നമ്മുടെ ദയാരഹിതമായ ലോകത്തേക്കുള്ള വാതായനം കൂടിയാണ് ഹെർബേറിയം. മുൻവിധികളൊന്നും കൂടാതെ പ്രകൃതിയുടെ നൈസർഗിക താളത്തിലേക്ക് സ്വതന്ത്രമായി ഇറങ്ങി നടക്കുകയാണ് ആ ബാലൻ. അവന്റെ മാനസിക സഞ്ചാരം കടം കൊള്ളാൻ നമുക്ക് കഴിയുമോ എന്ന ശക്തമായ ചോദ്യവും ഹെർബേറിയത്തിൽ സോണിയ റഫീഖ് ഉന്നയിക്കുന്നു. കുട്ടികളെ കൂടി മുൻനിർത്തി നമ്മൾ എഴുതുമ്പോൾ എഴുത്തിലുടനീളം ഒരു നിഷ്കളങ്കത മെയിൻറ്റെയിൻ ചെയ്യാനാവണം. അത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. എങ്കിലും അത്തരത്തിലുള്ള രചനാതന്ത്രം, രചനാ രീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ജാഗ്രതായ ഒരു സംസ്കാരം രൂപപ്പെടാതെ പ്രകടനപരതയിൽ ഊന്നിയ കെട്ടുകാഴ്ചകൾ കൊണ്ട് കാര്യമില്ലെന്ന ഓർമ്മപ്പെടുത്തലും ഈ കൃതി നൽകുന്നു. ഭാഷയുടെ വൈവിധ്യ സൗന്ദര്യം ഇവിടെ നമുക്ക് കാണാം. ഹെർബേറിയത്തിൽ ആസിഫ് കണ്ടെടുത്ത ഫാത്തിമയുടെ കുറിപ്പുകളുണ്ട്. അതിൽ കാണുന്നത് ഭാഷയുടെ സുന്ദരമായ ഹൃദയ താളം തന്നെ. സോണിയ റഫീഖിന്റെ കഥാസമാഹാരവും ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്നു. എൻ്റെ ആദ്യ കഥാസമാഹാരം കൂടി പുറത്തിറങ്ങുകയാണ്. അത് മാതൃഭൂമി ബുക്സിൻ്റെ പെൺകുരിശ് എന്ന പുസ്തകമാണ്. 10
10 കഥകൾ ചേർന്ന ഒരു പുസ്തകമാണത്. ചെറുകഥയിൽ നിന്നാണ് ഞാൻ എഴുത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള, മാനസികമായി വൈകാരികമായി അടുപ്പമുള്ള ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കും. സർഗലോകത്ത് ആഖ്യാനത്തിലും ഉള്ളടക്കത്തിലും മാറ്റം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് സോണിയ റഫീഖ്. വീക്കെൻഡ് അറേബ്യയുടെ എല്ലാ വിജയാശംസകളും. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.